എന്ത് തിരുത്തപ്പെടാനുള്ളതാണ്? നിങ്ങൾക്ക് ഈ സ്ത്രീയുടെ നഷ്ടപ്പെട്ട മാനം, നഷ്ടപ്പെട്ട ആത്മാഭിമാനം, അവരുടെ ട്രോമ, ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ അത്? നമസ്കാരം. ഡിബേറ്റ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തത് കേരള രാഷ്ട്രീയത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ചെയ്തത്. അതിനിടയ്ക്ക് ഒരു പ്രധാന സംഭവം കേരളത്തിൽ നടന്നുപോയി. അത് നടി ഒരു 8.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രശസ്തമായ നടി ക്രൂരമായി ആക്രമണത്തിനിരയായി നടന്ന ഒരു കേസിൻ്റെ വിധിയും പുറത്തു വന്നു. അതിന് 1 മുതൽ 6 വരെയുള്ള പ്രതികളെ 20 വർഷത്തേക്ക് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ കൊടുത്ത് വിചാരണ കോടതി ശിക്ഷിച്ചു. 7, 8, 9 പ്രതികൾ എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷന് ഈ ആരോപണങ്ങളൊന്നും തന്നെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ വെളിച്ചത്തിൽ അവരെ കോടതി വെറുതെ വിടുകയും ചെയ്തു. കേരളത്തിൻ്റെ സമൂഹത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിധിയായിരുന്നു എന്ന് തന്നെയാണ് പൊതുവെയുള്ള സംസാരം. പ്രത്യേകിച്ചും 8ാം പ്രതിയായിട്ടുള്ള മലയാളത്തിലെ പ്രമുഖ നടനാണ് ഇതിൻ്റെ ഗൂഢാലോചനയുടെ ബുദ്ധികേന്ദ്രം എന്നൊക്കെ ആരോപിക്കപ്പെട്ടിടത്ത് അദ്ദേഹത്തിന് ഇതിനകത്ത് റോളുമില്ല എന്ന് വിചാരണ കോടതി കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് അതിനെ ചുറ്റിപ്പറ്റി വലിയ തോതിലുള്ള ചർച്ചകൾ കേരളത്തിൽ നടക്കുകയാണ്. കേരളത്തിൽ വലിയൊരു ജനസമൂഹം എന്ന് പറഞ്ഞാൽ മെജോറിറ്റി വരുന്ന ഒരു വലിയ വിഭാഗം ഈ വിധിയിൽ സംതൃപ്തരല്ല എന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ ഏതാണ്ട് ബോധ്യമെന്ന കാര്യമാണ്. ആക്രമിക്കപ്പെട്ട നടി ദിവസങ്ങൾക്ക് ശേഷമാണ്, വിധി വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് അവരുടെ ഒരു പ്രതികരണം പുറത്തേക്ക് വന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, അതിശക്തമായ വാക്കുകളിൽ, അതിനിശ്ചിതമായ വാക്കുകളിൽ തനിക്ക് നീതി കിട്ടിയില്ല എന്ന് ഈ പൊതുസമൂഹത്തിനോട് അവർ വിളിച്ചു പറയേണ്ട ഒരു സ്ഥിതി വന്നു. വിചാരണ കോടതിയിൽ നിന്ന് തനിക്ക് നീതി കിട്ടിയില്ല, തൻ്റെ പല ആവശ്യങ്ങളും കോടതി അംഗീകരിച്ചില്ല എന്ന് തുടങ്ങി നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ നടി ഇന്നലെ പുറത്തു വന്ന വാർത്തയും നമ്മൾ കണ്ടു. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ എല്ലാവർക്കും തുല്യരല്ല എന്നൊരു വലിയ പ്രസ്താവന, വളരെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ വളരെ ശ്രദ്ധേയമാണ്. നീതിന്യായ വ്യവസ്ഥ ഇന്ത്യയിലെ എല്ലാവർക്കും തുല്യരല്ല എന്നൊരു ഫീലിംഗ് ഈ അക്രമത്തിന് ഇരയായപ്പെട്ട ഈ നടിക്കുണ്ടായി എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു വലിയ കമൻ്റ് ഇതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അവരനുഭവിച്ചു പോകുന്ന ഈ 8.5 വർഷം അവർ കടന്നു പോകുന്ന ഒരു ട്രോമയുണ്ട്. ആ ട്രോമ അത് മറ്റാർക്കും മനസ്സിലാവില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിനോ അവരോളം വരുന്ന ആ ഒരവസ്ഥ മറ്റാർക്കും മനസ്സിലാവില്ല. അവർക്കറിയാം ഈ 6 പേർ നേരിട്ട ആക്രമണത്തിൽ പങ്കെടുത്തവരെ പ്രേരിപ്പിക്കുകയും അവരെ അതിനെ നിയോഗിക്കുകയും ചെയ്ത ഒരു ബുദ്ധി കേന്ദ്രം ഇപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ട് എന്നവർ ബലമായി വിശ്വസിക്കുന്നു. അതവരുടെ വാക്കുകളിൽ വളരെ ക്ലിയറാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്ന് ആദ്യമായി ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞ നടി മഞ്ജു വാര്യരും അതേ അർത്ഥങ്ങളിൽ വരുന്ന ഒരു കുറിപ്പ് ഇന്നലെ മാധ്യമങ്ങളിലൂടെ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. വിചാരണ കാലഘട്ടത്തിൽ യഥാർത്ഥ പ്രതിയിലേക്ക് അന്വേഷണം കടന്നു ചെന്നില്ല എന്ന് തന്നെയാണ് ഒരു സമൂഹം മനസ്സിലാക്കേണ്ടത്. അതിലൊരു പ്രധാന സംഭവം പറയാട്ടോ. നമുക്ക് കോടതികളെ വിമർശിക്കാനോ അല്ലെങ്കിൽ വിധികളെ ഒരു പരിധി വിട്ട് വിമർശിക്കാനൊന്നും നമ്മുടെ നാട്ടിൽ അധികാരമില്ലാത്തൊരു നിയമവ്യവസ്ഥ ഉള്ളിടത്ത് ചില കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല. കോടതി തന്നെ നിരീക്ഷിച്ചൊരു കാര്യമുണ്ട്. ഈ സമൂഹത്തിന് വേണ്ടി വിധി പറയണോ എന്ന് കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അവിടെ ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. വിധികൾ സമൂഹത്തിന് വേണ്ടിയുള്ളതാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങൾ അത് സമൂഹത്തിന് വേണ്ടിയുള്ളതായിരിക്കണം. സമൂഹത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ നിയമനിർമ്മാണങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിയമനിർമ്മാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന വിധികളെല്ലാം തന്നെ സമൂഹത്തിന് വേണ്ടിയായിരിക്കുമെന്നുള്ള ഒരർത്ഥം കൂടി അതിനുണ്ട് എന്ന് നമ്മുടെ കോടതികൾക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ടോ
എന്നൊരു സംശയം നമുക്കൊക്കെ തോന്നാം. അതുകൊണ്ട് തന്നെ എല്ലാ വിധികളും സമൂഹത്തിന് വേണ്ടി തന്നെയാണ്. സമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനതയാണ്, അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കേണ്ടതായ നീതിന്യായ വ്യവസ്ഥയാണ്. അല്ലെങ്കിൽ ഒരാൾക്കൂട്ടം പറയുന്ന കുറേ അഭിപ്രായങ്ങളല്ല. ഈ സമൂഹം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ആത്മാവാണ്. ഈ നാട്ടിലെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് നീതിന്യായ നിർവഹണം ശരിയായ തോതിൽ നടന്നു എന്നുള്ള ഒരു ബോധ്യപ്പെടൽ. അതാണ് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നീതി നടപ്പാക്കുന്നു എന്ന് തോന്നൽ. അതിവിടെ ഉണ്ടായില്ല എന്ന് മഹാഭൂരിപക്ഷം വരുന്ന സമൂഹവും വിശ്വസിക്കുന്നുവെങ്കിൽ അവിടെ എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട്. അതാണ് അതിജീവിതയും. ഇവിടെ അതിജീവിത എന്നൊക്കെ അവരെ പറയാവോ എന്നറിയില്ല. ശരിക്കും സർവൈവറാണ്. കാരണം പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളൊക്കെ ഭയപ്പെട്ട് ഒരു പെൺകുട്ടികളും മുമ്പൊരു കാലഘട്ടത്തിലും പറഞ്ഞിരുന്നില്ല എന്നിടത്ത് 8.5 വർഷം മുമ്പ് ആ കുട്ടി തുറന്നു പറയാൻ കാണിച്ച ഒരു ധൈര്യമുണ്ട്. അതിനുശേഷമാണ് പല പെൺകുട്ടികളും മുന്നോട്ട് വന്നു തുടങ്ങിയത്. അല്ലെങ്കിൽ അതിനുശേഷമാണ് ചില ധൈര്യങ്ങളൊക്കെ ചില പെൺകുട്ടികൾക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഈ അണധികാരത്തിൻ്റെ മുമ്പിൽ പലരും പതറി പേടിച്ച് മാനം കെട്ട് പോകുന്നത് ആലോചിച്ച് പലതും പുറത്തു പറഞ്ഞിരുന്നില്ല. ഇന്ന് പലരും മുന്നോട്ട് വരുന്നു. അത് നമ്മുടെ രാഹുൽ മാങ്കൂട്ട വിഷയം വരെ നമുക്ക് എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ കഥ നമുക്ക് മനസ്സിലാകും. എന്തായാലും അതിനകത്തൊരു പ്രധാന ചോദ്യം, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആ വിധിയിൽ ഒരു പ്രസക്തമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആരാണ് ശ്രീലക്ഷ്മി? പൾസർ സുനി പറഞ്ഞൊരു മാഡം എന്നൊരു വാക്ക് ഏതോ ഒരു ഘട്ടത്തിൽ അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത്രേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു ശ്രീലക്ഷ്മി വിളിച്ചിരുന്നു എന്ന് ആ വിധിയിലുണ്ട് പോലും. എന്തുകൊണ്ട് ശ്രീലക്ഷ്മിയെ ചോദ്യം ചെയ്തില്ല എന്ന് ഈ കോടതി ചോദിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണം ആ വഴിക്ക് നീങ്ങിയില്ല എന്ന് ഈ കോടതി ചോദിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം ഈ കോടതിയോട് നമുക്കൊരു സംശയം പോലെ ചോദിക്കാനുണ്ട്. പല കാര്യങ്ങളിലും കോടതി സ്വയം കേസെടുക്കുന്ന നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഈ അന്വേഷണ സംഘത്തോട് ആരാണ് ഈ ശ്രീലക്ഷ്മി എന്ന് ചോദിക്കാൻ ഈ കോടതി വിട്ടുപോയതാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ രീതിയിൽ സ്വയം കോടതിക്ക് ആ രീതിയിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടുകൂടായിരുന്നു? ആരാണ് ഈ ശ്രീലക്ഷ്മി എന്ന് കണ്ടെത്താനുള്ള ബാധ്യത ഈ സമൂഹത്തിന് വേണ്ടി കോടതിക്ക് ഉണ്ടായിരുന്നില്ലേ? അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കോടതിക്ക് ഉണ്ടായിരുന്നില്ലേ എന്നൊരു സംശയം സാധാരണ ജനം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ചോദിച്ചു പോകും. ആ ശ്രീലക്ഷ്മി ഇതുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ ആരാ ശ്രീലക്ഷ്മി എന്ന് ഇവിടെ ആർക്കും അറിയില്ല. ഒരു മേഡത്തിൻ്റെ കഥ ഈ പൾസർ സുനി എവിടെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മി ആരാണ്, ആർക്ക് വേണ്ടിയാണ് ഫോൺ ചെയ്തത്, അല്ലെങ്കിൽ ശ്രീലക്ഷ്മിക്ക് ഈ സംഭവവുമായി വല്ല ബന്ധമുണ്ടോ എന്നൊക്കെ വലിയൊരു സംശയം ഇപ്പോൾ ജനത്തിൻ്റെ മനസ്സിലുണ്ട്. അത് കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ടെന്നാണ് കേട്ടത്. ഞാൻ ആ വിധി കണ്ടിട്ടില്ല. ഇപ്പോൾ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിവിടുത്തെ സ്വാഭാവികമായും ഈ സമൂഹത്തിന് വേണ്ടി വിധി പറയണോ എന്ന് ചോദിച്ച അതേ കോടതിയോട് നമുക്ക് തിരിച്ച് അങ്ങോട്ടും ചോദിക്കാൻ തോന്നുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ ശ്രീലക്ഷ്മി ആരാണ്? ഈ കുറ്റാന്വേഷകരോട് ഈ ചോദ്യം കോടതി ഉയർത്തിയില്ല. ഇനി ചോദിച്ചോ കോടതി എന്ന് നമുക്കറിയില്ല. അതൊക്കെ വരുന്ന ആളുകൾ അറിയാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും നടി പറഞ്ഞ ആ അതിജീവിതയും മഞ്ജു വാര്യർ എന്ന നടിയും പറഞ്ഞ ആ കാര്യം സത്യമാണ്. യഥാർത്ഥ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത ബുദ്ധി കേന്ദ്രം ഇപ്പോൾ പുറത്താണ്. ദിലീപാണ് അതിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല. അദ്ദേഹത്തിന് ഇതിനകത്ത് അദ്ദേഹത്തിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് നമ്മളാരും ആരോപിക്കുന്നത് ശരിയല്ല. തെളിവില്ലാതെ ഒരാൾക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. ഇനി ശ്രീലക്ഷ്മി ആരാണ്? ശ്രീലക്ഷ്മി എന്ന കഥാപാത്രം യഥാർത്ഥത്തിലുള്ളതാണോ, അതോ ആർക്കെങ്കിലും വേണ്ടി ശ്രീലക്ഷ്മി എന്ന ഒരു കഥാപാത്രം ഉണ്ടായതാണോ, അതോ ശ്രീലക്ഷ്മി മറ്റാർക്കെങ്കിലും വേണ്ടി സംസാരിച്ചതാണോ? അതൊക്കെ ഇനി വരുന്ന ആളുകളിൽ തെളിയിക്കേണ്ടതാണ്. എന്തായാലും നീതിന്യായ കോടതികൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു പ്രകാശകിരണം ബാക്കിയാകുന്നുണ്ട് എന്ന് ആ അതിജീവിത പറഞ്ഞത് നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. ആ സത്യം തെളിയട്ടെ, അങ്ങനെ നീതി പുലരട്ടെ. ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിക്രമത്തിന് വിധേയരാകുന്ന ഈ പെൺകുട്ടികൾക്ക് ഇനിയും ഇത്തരം സംഭവങ്ങൾ ഈ നാട്ടിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഈ സമൂഹത്തിൻ്റെ ഒരു ശാപമാണ്. അപ്പോഴും ഈ പെൺകുട്ടികൾക്ക് മുന്നോട്ട് വന്ന് ഈ നീതിന്യായ കോടതികൾക്ക് മുന്നിൽ നിന്ന് നീതി കിട്ടാനായിട്ട് ഇടവരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.